പ്രചരണത്തിന്റെ ഏറ്റവും അവസാനത്തെ മണിക്കൂറുകളിലൂടെയാണ് തിരഞ്ഞെടുപ്പ് രംഗം കടന്നുപോകുന്നത്. NDA സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏതാണ്ട് 45 ദിവസത്തെ പ്രചരണം പൂർണ്ണമാകുമ്പോൾ എന്താണ് ചിത്രം അങ്ങയുടെ മനസ്സിൽ? അല്ല, എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ വന്നപ്പോൾ എല്ലാവരും പ്രശ്നങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എനിക്കൊരു നിയോഗമായിട്ട് മാറി. അപ്പോൾ ഞാൻ അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം, ഇവിടെയും പുരോഗതിയും വികസനം വരണം, ഇന്ത്യയിൽ ഇങ്ങനെ ഉണ്ടാവുമ്പോൾ ഇവിടുത്തെ കുട്ടികൾക്കും അവസരം കിട്ടണം എന്നാണ് എൻ്റെ ക്യാമ്പയിൻ. ഞാൻ ഒരു ക്ലിയർ ഇഷ്യൂ ബേസ്ഡ് ക്യാമ്പയിനാണ് നടത്തിയിരിക്കുന്നത്. ഞാൻ ഒരു നെഗറ്റീവ് ക്യാമ്പയിനോ ജനങ്ങൾക്ക് വേണ്ട അവരുടെ ജീവിതത്തിലൊരു വ്യത്യാസം കൊണ്ടുവരാൻ ഞങ്ങളുടെ ഒരു താല്പര്യവും കഴിവും നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിൻ്റെ 10 കൊല്ലമായിട്ട് ഒരു ട്രാക്ക് റെക്കോർഡുമാണ് ഞാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. ആ ബേസിസിൽ എനിക്ക് ഇന്ന് കാണാൻ കിട്ടുന്നത്, മനസ്സിലാക്കുന്നത് ജനങ്ങൾക്ക് ആ മാറ്റം വേണം. അവർക്ക് മതിയായി ഈ 10-15 കൊല്ലം വാഗ്ദാനം കേട്ട് ഗരീബി ഹട്ടാവ് എന്ന് പറഞ്ഞാൽ 65 കൊല്ലം കോൺഗ്രസ് പാർട്ടി പറഞ്ഞ പാർട്ടി ഗരീബി എങ്ങോട്ടും പോയില്ല. ഗരീബി ഇവിടെ തന്നെ ഇരുന്നു. അതിന് നരേന്ദ്രമോദിജി വന്നിട്ടാണ് കഴിഞ്ഞ 10 കൊല്ലത്തിൽ ഗരീബിനെ ഒരു ശരിക്കായിട്ട് ഒരു മാറ്റാൻ നോക്കിയിരിക്കുന്നത്. അതേമാതിരി തിരുവനന്തപുരത്ത് ഒരു മാറ്റം കൊണ്ടുവരാനും ഇവിടെ ശരിക്കൊരു പുരോഗതിയും വികസനവും നമ്മൾ യുവാക്കൾക്ക് ഒരു അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ അതിന് BJP NDA സ്ഥാനാർത്ഥി ഞാൻ മാത്രമേ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ജനങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ശശി തരൂരിനെ പലപ്പോഴും പിന്തുണച്ചിട്ടുള്ളത് പാറശാല, നെയ്യാറ്റിൻകര, കോവളം തുടങ്ങിയ മണ്ഡലങ്ങളിൽ നിന്നാണ് അദ്ദേഹത്തിന് വോട്ട് കൂടുതൽ കിട്ടിയിട്ടുള്ളത്. അവിടുത്തെ തീരദേശ വോട്ടുകളിലൊക്കെ ഒരു ഞാനും അങ്ങനെ വിചാരിച്ചു. ഇത് അവിടെ എത്രയോ പണി ചെയ്തിട്ടാണ് ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്നത്, എത്രയോ അവിടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ സപ്പോർട്ട് കിട്ടുന്നത്. ഞാൻ അവിടെ നോക്കുമ്പോൾ അതൊന്നുമല്ല, ജനങ്ങളെ പേടിപ്പിച്ച് ജനങ്ങളെ നുണ പറഞ്ഞ് ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ വിഷം നിറഞ്ഞ് അതാണ് ഇത് അവരുടെ സീക്രട്ട് ഫോർമുല. അതിന് ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവരെ എല്ലായിടത്തും പോയി നെയ്യാറ്റിൻകരയാണോ പാറശാലയാണോ കോവലം ഞാൻ വെക്കുന്നത് ഇവിടെ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ഞങ്ങൾ ചെയ്യും. ഞങ്ങൾ നരേന്ദ്രമോദിയാണ് ചെയ്യാൻ പോകുന്നത്. നരേന്ദ്രമോദി എന്നെ ജയിപ്പിച്ചാൽ ഇതെല്ലാം 10-15 കൊല്ലമായിട്ട് ഒന്നും നടക്കാത്ത ഒരു സ്ഥിതിനെ ഞങ്ങൾ മാറ്റിയിട്ട് ഇനി കാര്യം നടക്കും എന്നിട്ടാണ് ഞങ്ങളുടെ പ്രോമിസ്. അതുകൊണ്ട് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഇത് എത്ര കൊല്ലം ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢിയാക്കി ഈ LDFും UDFും ഇത് ഇനി നടക്കില്ല. സത്യവാങ്മൂലം, പണം കൊടുത്ത് സ്വാധീനിക്കുന്നു, പല ആരോപണങ്ങൾ അങ്ങേക്ക് നേരെ ഉന്നയിച്ചു. നോക്കൂ, എനിക്ക് അറിഞ്ഞു. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതാ, ഇവർക്ക് ഒരു പോസിറ്റീവ് എജൻഡ ഇല്ല. അവരിങ്ങനെ എപ്പോഴും ഡിസ്ട്രാക്ട് ചെയ്യാനോ ഒരു എജൻഡ ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും. നുണ പറഞ്ഞിട്ടും അത് നടന്നില്ലെങ്കിൽ രണ്ടാമത്തെ നുണ അല്ലെങ്കിൽ മൂന്നാമത്തെ നുണ, പിന്നെ പേഴ്സണൽ അറ്റാക്ക്. ഞാൻ അന്ന് പറഞ്ഞു ഞാൻ ഡിസ്ട്രാക്ട് ആവില്ല. ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് പണി ചെയ്യാനാണ്, ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ആ ഒരു മിഷൻ, ആ ഒരു നിയോഗം അത് ശശി തരൂരാണോ അപ്പൂപ്പനാണോ ആരാണെങ്കിലും ഞാൻ അത് മാറില്ല എന്ന് ഞാൻ അന്ന് പറഞ്ഞതാണ്, ഇന്നും പറയുന്നത്. ഒഴിയൂർ അങ്ങ് വന്നിറങ്ങുന്നു, പിന്നീട് ലത്തീൻ സഭയുടെ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ആ വോട്ടുകൾ അത് അങ്ങേക്ക് വരും, അങ്ങനെ ഷിഫ്റ്റ് ആവും. ഓക്കെ, ഞാൻ അങ്ങനെ ഒരു വോട്ട് ബാങ്കായിട്ട് ആരെയും കാണുന്നില്ല. ഞാൻ എല്ലാവരെയും ഒരു സമാനമായ ഒരു ജനം, അവർക്കും ഒരു ആസ്പിറേഷൻസ് ഉണ്ട്, അവരുടെ ജീവിതത്തിൽ പ്രോബ്ലംസ് ഉണ്ട്, പ്രശ്നങ്ങളുണ്ട്. അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാൻ ഒരു പബ്ലിക് റെപ്രസെൻറ്റേറ്റീവ് ആയ ഒരു MP അവർക്കും അവർക്കൊരു ആഗ്രഹമുണ്ട്. അത് ഞാൻ ചെയ്യും. അത് തീരദേശത്താണോ, പിന്നെ കർഷകരാണോ, ടെക്കീസാണോ, പെൻഷനേഴ്സാണോ, നമ്മുടെ സിറ്റിയാണോ, ആരാണെങ്കിലും അവരുടെ പ്രശ്നങ്ങൾ ഞങ്ങൾ അതിൻ്റെ പരിഹാരം ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ ആ മാനിഫെസ്റ്റോ ഒരു സമഗ്ര വികസനത്തിൻ്റെ ഒരു രേഖയാണ്. അതാണ് ഞാൻ മുമ്പോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് അത് വോട്ടർമാരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഓരോ നിമിഷവും മുന്നോട്ട് പോയത്. അദ്ദേഹം ഉറച്ച വിജയപ്രതീക്ഷയിലുമാണ്. സന്തോഷ് മണക്കാടിനൊപ്പം VV വിനോദ്, News 18 തിരുവനന്തപുരം.